CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ ഇപ്പോൾ വീട്ടിലുണ്ട്. മോഹനൻ മാഷോട് നമുക്ക് ചോദിക്കാം. മോഹനൻ മാഷ് ഈ ഘട്ടത്തിൽ മോഹനൻ മാഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. CPM DYFIയുടെയും ഒരു സജീവ പ്രവർത്തകൻ കൂടിയായിരുന്നു അർജുൻ. ഈ നാട്ടിൻ്റെ ഒരു പൊന്നോമന പുത്രനായിരുന്നു. ഈ കണ്ണാടിക്കൽ പ്രദേശത്തെ DYFIയുടെയും CPIMൻ്റെയും ഒരു സജീവ പ്രവർത്തകനായിരുന്നു അർജുൻ. ഈ പ്രദേശത്തെ എല്ലാവിധത്തിലുമുള്ള ജനകീയ പ്രശ്നങ്ങളിൽ, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എല്ലാം വളരെ നല്ല നിലയിൽ സജീവമായി ഇടപെട്ട് വന്നിരുന്ന ഒന്നാം തരം ഒരു ചെറുപ്പക്കാരൻ കൂടിയായിരുന്നു സഖാവ് അർജുൻ. ഇങ്ങനൊരു ദുരന്തം ഉണ്ടായത് മുതൽ ഈ കണ്ണാടിക്കൽ പ്രദേശത്തെ ജനങ്ങളാകെ, ഇവിടുത്തെ കൗൺസിലറുടെയും ഈ മേഖലയിലെ പൊതുപ്രവർത്തകരുടെയും എല്ലാം നേതൃത്വത്തിൽ ഈ കുടുംബത്തോടൊപ്പം അവരുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളെപ്പോലെ ഈ മേഖലയിലെ പൊതുപ്രവർത്തകരും അതുപോലെ ഇവിടുത്തെ കൗൺസിലറും എല്ലാവരും ഈ കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല, കേരളത്തിൻ്റെ മനസ്സ് മുഴുവൻ ഈ കുടുംബത്തോടൊപ്പമായിരുന്നു. അത് മലയാളികളുടെ ഒരു സവിശേഷതയാണ്. മറ്റെവിടെയും കാണാത്ത, ഒരുപക്ഷെ മറ്റെവിടെയും ലഭിക്കാത്ത ഉദാത്തമായ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ മാതൃകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ എല്ലാം മറന്നുകൊണ്ട്, എല്ലാ അതിർവരമ്പുകളും മാറ്റിവെച്ചുകൊണ്ട് ഒറ്റ മനസ്സാലെയാണ് നാട് മുഴുവൻ ഒന്നിച്ചത്. ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇവിടെ എത്തിച്ചേർന്ന് കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു, അവരെ ആശ്വസിപ്പിക്കാൻ സന്നദ്ധമായി. അതുപോലെ തന്നെ ആദ്യ ദിവസങ്ങളിൽ വേണ്ടത്ര ജാഗ്രത അവിടെ തെരച്ചിലിനുണ്ടായില്ല എന്ന അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആദ്യഘട്ടങ്ങളിൽ 1-2 ദിവസം. തുടർന്ന് കേരള സംസ്ഥാന ഗവൺമെന്റ് എല്ലാ നിലയിലും മുൻകൈയെടുത്ത് നല്ല നിലയിൽ കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തുകയും ആശയവിനിമയം നടത്തുകയും എല്ലാം ചെയ്തതിനെ തുടർന്ന് നല്ല നിലയിലുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ തെരച്ചിലിനുള്ള ക്രമീകരണങ്ങളുമാണ് അവിടെ ഉണ്ടായത്. ഈ നിലയിൽ കേരളത്തിലെ സർക്കാർ, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലക്കാരായ 2 മന്ത്രിമാർ, PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും, അതുപോലെ MLAമാർ, അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ, എല്ലാ ജനപ്രതിനിധികളും എല്ലാവരും കൂടി ചേർന്ന് ഒറ്റ മനസ്സാലെ നടത്തിയ ഒരു ശ്രമവും ഈ കുടുംബത്തിന്റെ ഒപ്പം ചേർന്ന് നിന്ന് നടത്തിയ ഇടപെടലും ഒക്കെയാണ് അവസാനം അർജുനെ സംബന്ധിച്ച് നമുക്ക് ഈ തെരച്ചിൽ പൂർണ്ണതയിലെത്തിക്കാനും അർജുന്റെ മൃതദേഹം കണ്ടെത്താനും സാധിച്ചിട്ടുള്ളത്. കേരളത്തിന് എല്ലാ കാലത്തും ഈ കുടുംബത്തിന്റെ നഷ്ടവും ദുഃഖവും ഒരിക്കലും അത് പരിഹരിക്കാനാവില്ല. പക്ഷേ അവരുടെ ആ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് അർജുന്റെ നഷ്ടത്തിന് പകരം വെക്കാൻ ഒന്നുകൊണ്ടുമാവില്ല എന്ന് അറിയാമെങ്കിലും ഇവിടെ CPIMും ഇടതുപക്ഷവും എല്ലാം മുൻകൈയെടുത്ത് CPIMന്റെ ഭരണ നേതൃത്വത്തിലുള്ള വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തീരുമാനമനുസരിച്ച് ഇവിടെ അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകുന്നതിനും തയ്യാറായി. ഞങ്ങളുടെ അഭ്യർത്ഥന സംസ്ഥാന ഗവൺമെന്റ് പൂർണ്ണ മനസ്സാലെ അംഗീകരിച്ചു. പ്രത്യേക ഉത്തരവിലൂടെ അത് നടപ്പിലാക്കുകയും ചെയ്തു. ഈ നിലയിലെല്ലാം നാട് മുഴുവൻ ഈ കുടുംബത്തോടൊപ്പം നിന്നിട്ടുണ്ട്. തുടർന്നും
ഈ കുടുംബത്തിൻ്റെ എല്ലാ സുഖദുഃഖങ്ങളിലും ഈ കുടുംബത്തോടൊപ്പം ഈ നാടും